A cantilever of length 2 meter carries a uniformly distributed load of 1.5 kilonewton per meter run over the whole length and a point load of 2 kilonewton at a distance of 0.5 meter from the free end. Draw the shear force and bending moment diagrams for the cantilever. ഇതൊരു 2 മീറ്റർ ലെങ്ത്തുള്ള ഒരു കാൻറ്റിലിവർ ബീമിൻ്റെ മുകളിൽ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് UDL-ഉം അതുപോലെ ഒരു പോയിന്റ് ലോഡും 2 kilonewton ആക്ട് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഗ്രാഫിക്കലി കണ്ടുപിടിക്കാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ബീം കാണാം, കാൻറ്റിലിവർ ബീം. വൺ എൻഡ് ഈസ് ഫിക്സഡ്, ദ അതർ എൻഡ് ഈസ് ഫ്രീ. ആൻഡ് ത്രൂ ഔട്ട് ദ 2 meter ലെങ്ത് ഒരു 1.5 kilonewton പെർ മീറ്റർ റണ്ണിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, UDL ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ 0.5 meter ഫ്രം ദ ഫ്രീ എൻഡ് ഒരു 2 kilonewton ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ ഷിയർ ഫോഴ്സ് ഇവിടെ കാണാം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം കാണാം. ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം യൂഷ്വലി ഒരു സൈൻ കൺവെൻഷൻ്റെ ബേസിലായിരിക്കും വരയ്ക്കുന്നത്. അത് ടെക്സ്റ്റ് ബുക്ക് ബേസിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. ഓരോ സോഫ്റ്റ്വെയറിൻ്റെയും കാൽക്കുലേഷൻ അനുസരിച്ചും ചേഞ്ച് ചെയ്യും. ബട്ട് ദ മാഗ്നിറ്റ്യൂഡ് വിൽ ബി സെയിം. ബട്ട് സൈൻ കൺവെൻഷനിൽ ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടാവാം വിത്ത് റെസ്പെക്ട് ടു ദ സോൾവേഴ്സ് വി യൂസ്. ബട്ട് സ്റ്റിൽ നമുക്കിവിടെ കാണാൻ പറ്റും മാക്സിമം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് എ കാൻറ്റിലിവർ ബീം വിൽ ബി അറ്റ് ദ ഫിക്സഡ് എൻഡ്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഈ ബീം ഒന്ന് ഐഡിയലൈസേഷൻ വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഗോ ടു PTC Creo, ന്യൂ ഫയൽ, Control N, cantilever beam, then click on OK. Go to front plane and sketch. നമ്മളൊരു ലൈൻ മാത്രമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ L 2 meter ലെങ്ത് ആണ് പറഞ്ഞത്. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന യൂണിറ്റ് മില്ലിമീറ്ററിലാണ്. സോ 2000 millimeter, റൈറ്റ്. ദെൻ നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റ് കൂടെ ആവശ്യമുണ്ട്. ദാറ്റ് മീൻസ് 0.5 meter ഫ്രം ദ ഫ്രീ എൻഡ്. ദാറ്റ് മീൻസ് നമുക്കൊരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം ഫ്രം ഹിയർ. നമുക്ക് ഫ്രീ എൻഡിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.5 meter. ദാറ്റ് മീൻസ് 500 millimeter. ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ. പോയിന്റ് ടാഗ് ഡിസ്പ്ലേ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. സോ പോയിന്റ് ഇവിടെ കാണാം. ദെൻ ഫോർ ഫൈനൈറ്റ് എലിമെന്റ് അനാലിസിസ്, ഗോ ടു ആപ്ലിക്കേഷൻ, സിമുലേറ്റ്. നമുക്ക് ആദ്യം ബീം ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാം. ബീമിൻ്റെ ക്രോസ് സെക്ഷൻസ് തന്നിട്ടില്ല, ബട്ട് സ്റ്റിൽ നമുക്കൊരു ഐഡിയലൈസ്ഡ് ബീം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ബീം, റൈറ്റ്. അത് നമുക്ക് മെറ്റീരിയൽ ഒന്ന് സെറ്റ് ചെയ്യാം. ലെഗസി മെറ്റീരിയൽ, സ്റ്റീൽ, ഡബിൾ ക്ലിക്ക്, ദെൻ സെലക്ട്. ഓക്കെ, ദെൻ ബീം സെക്ഷൻ നമുക്കൊരു സ്ക്വയർ ബീം തന്നെ, സ്ക്വയർ സെക്ഷനിലൊരു ബീം കൊടുക്കാം. 2000 ആയിരുന്നു. സോ ജസ്റ്റ് ഒരു 10 millimeter വിഡ്ത്തുള്ള ഒരു ബീം കൊടുക്കാം. ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ, റൈറ്റ്. ദെൻ എവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്? ഈ ഒരു എഡ്ജിലാണ്. സോ ദിസ് വൺ. ക്ലിക്ക് ഓൺ ഓക്കെ. ദെൻ ഗോ ടു ഓട്ടോ ജനറേറ്റ് മെഷ്. നമുക്കൊന്നെങ്കിൽ മെഷിൻ്റെ സൈസ് കൊടുക്കാം, അല്ലെങ്കിൽ അവർ ഡിഫോൾട്ടായിട്ട് സിംഗിൾ മെഷ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അനാലിസിസ് നോക്കാം റിസൾട്ട് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ദെൻ ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കണം. അതിനിടെ ഗോ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്ക് കാൻറ്റിലിവർ ബീമാണ്, ഒരെൻഡ് ഫിക്സ് ചെയ്യണം. സോ നമുക്ക് ലെഫ്റ്റ് എൻഡ് കംപ്ലീറ്റ്ലി ഫിക്സ് ചെയ്യാം. സോ സെലക്ട് ദ പോയിൻറ്റ്, ദിസ് വൺ, ദ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. സോ നമ്മൾ ട്രാൻസ്ലേഷനും എല്ലാം ഫിക്സ് ചെയ്യുകയാണ്, അതുപോലെ റൊട്ടേഷനും എല്ലാം ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഫോർ എ ഫിക്സഡ് എൻഡ്. ക്ലിക്ക് ഓൺ ഓക്കെ. അതർ എൻഡ് ഫ്രീ ആണ്, അവിടെ കൺസ്റ്റൻസ് ഒന്നും കൊടുക്കാനില്ല. നമുക്കിനി കൊടുക്കാനുള്ളത് ലോഡാണ്. ഒരു UDL കൊടുക്കാനുണ്ട് 1.5 kilonewton പെർ മീറ്റർ. ഓക്കെ, സോ ഗോ ടു ഫോഴ്സ്. ഇവിടെ നമുക്ക് കാണാം ഓവർ ദ ലെങ്ത്, ത്രൂ ഔട്ട് ദ ലെങ്ത് നമുക്ക് കൊടുക്കാനുണ്ട്. സോ നമ്മൾ എഡ്ജ് സെലക്ട് ചെയ്യാം. ദെൻ ത്രൂ ഔട്ട് ദ ലെങ്ത് നമ്മൾ സെലക്ട് ചെയ്തു ബീമിൻ്റെ. ദെൻ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1.5 kilonewton പെർ മീറ്റർ ആണ്. സോ UDL കൊടുക്കാൻ വേണ്ടി ഗോ ടു അഡ്വാൻസ് ടാബ്. ദെൻ അവിടെ നമുക്ക് കാണാം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. ബട്ട് ടോട്ടൽ ലോഡല്ല നമുക്ക് തന്നിട്ടുള്ളത്, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, അല്ലേ? 1.5 kilonewton പെർ മീറ്റർ. 1.5 kilonewton പെർ മീറ്റർ, റൈറ്റ്. സോ വാല്യൂ എന്ന് പറയുന്നത് Y ആക്സിസ് ആണ് അപ്വേർഡ് കാണുന്നത്. നമുക്ക് നോക്കാം വേർഡ് കോർഡിനേറ്റ് സിസ്റ്റം. അതിൻ്റെ നേരെ താഴേക്ക്, സോ -Yയിലായിരിക്കും കൊടുക്കേണ്ടത്, അല്ലേ? 1.5 kilonewton പെർ മീറ്റർ ആണ്. സോ ഇവിടെ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള യൂണിറ്റ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ ഉണ്ട്.
സോ അങ്ങനെയാണെങ്കിൽ -1500 അല്ലേ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കൊടുക്കാം. റൈറ്റ്, 1.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന ബേസിൽ പ്രിവ്യൂ കൊടുത്ത് നോക്കാം. യെസ്, ഒരു UDL അപ്ലൈ ചെയ്തിട്ടാണ്. ആ ലോഡിൻ്റെ പേര് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇറ്റ് ഇസ് UDL എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ. അപ്പോൾ ഒരു UDL ആക്ട് ചെയ്ത് കാണാം. കഴിഞ്ഞില്ല, നമുക്കൊരു ലോഡ് കൂടി ഉണ്ട്, ഒരു പോയിന്റ് ലോഡ് ഓഫ് 2 കിലോ ന്യൂട്ടൺ അറ്റ് ദ പോയിന്റ് 2 കിലോ ന്യൂട്ടൺ. ദെൻ അഗെയിൻ ഗോ ടു ഫോഴ്സ്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഒരു പോയിന്റിലാണ്, ദിസ് പോയിന്റ് 0. ദെൻ അവിടെയും വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. കിലോ ന്യൂട്ടൺ നമ്മൾ ഡ്രോപ്പ് ഡൗണിലുണ്ട്. സോ -2, ഐ തിങ്ക് -2. യെസ്, -2. പ്രിവ്യൂ എടുത്ത് നോക്കാം. യെസ്, ടുവേർഡ്സ് ഡൗൺവേർഡ്. അത് ആക്ച്വലി പോയിന്റ് ലോഡാണ്. സോ നമുക്ക് പേര് മനസ്സിലാൻ വേണ്ടിയിട്ട് പോയിന്റ് ലോഡ് എന്ന് കൊടുക്കാം. ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ. ഇപ്പോൾ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നേരെ നമുക്ക് പ്രോസസ്സിംഗ് സ്റ്റേജിലേക്ക് പോകാം. അനാലിസിസ് ആൻഡ് സ്റ്റഡീസ്, ക്രിയേറ്റ് എ ന്യൂ സ്റ്റാറ്റിക് അനാലിസിസ്, ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ, ദെൻ റൺ ദാറ്റ് അനാലിസിസ്. ഓക്കെ, വിച്ച് ഈസ് കംപ്ലീറ്റഡ്. നമുക്ക് അടുത്ത പോസ്റ്റ് പ്രോസസ്സിംഗ് സ്റ്റേജ് ആയിട്ടുള്ള റിവ്യൂ റിസൾട്ട്. റിവ്യൂവിൽ നമുക്ക് ആവശ്യം ഇവിടെ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രമാണ്. സോ ഡിസ്പ്ലേ ടൈപ്പിൽ മാറ്റിയിട്ട് നമുക്കതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് വേണ്ടത്, ഗ്രാഫ്. സോ സെലക്ട് ദ ഗ്രാഫ്. ദെൻ ഡിഫോൾട്ടായിട്ട് സ്ട്രെസ് ആണുള്ളത്. നമുക്ക് ഷിയർ ഫോഴ്സ് ആൻഡ് മൊമെൻറ്റ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ബീം ഫോഴ്സ് സെപ്പറേറ്റ് കാണാം, അല്ലെങ്കിൽ ഇവിടെ ഷിയർ ഫോഴ്സ് ആൻഡ് മൊമെൻറ്റ് ഒരുമിച്ച് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. നോക്കാം, ഷിയർ ഫോഴ്സ് ആൻഡ് മൊമെൻറ്റ് എന്തൊക്കെയാണ് നമ്മളെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. പി ഈസ് ദ ആക്സിയൽ ഫോഴ്സ്. ഇവിടെ നമ്മൾ ബീമിൻ്റെ കേസിൽ ആക്സിയൽ ഫോഴ്സ് ഉണ്ടാവില്ല, 0 ആണ്. സോ അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ VY ആൻഡ് VZ, ഈ രണ്ടുപേരും നമ്മുടെ ഷിയർ ഫോഴ്സ് ആണ് എലോങ് Y ആക്സിസ് ആൻഡ് Z ആക്സിസ്. നമ്മൾ ഫോഴ്സ് കൊടുത്ത ഡയറക്ഷൻ കോർഡിനേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, Y ആക്സിസിലായിരുന്നു ഫോഴ്സ് അപ്ലൈ ചെയ്തു. സോ VYയിലായിരിക്കും നമുക്ക് ഷിയർ ഫോഴ്സ് ഉണ്ടാകുക, VZയിൽ അത് 0 ആയിരിക്കും. Z ഡയറക്ഷനിൽ ഫോഴ്സുകളില്ലായിരുന്നു. ദെൻ മൊമെൻറ്റ് അബൌട്ട് X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ്. നമ്മൾ Y ആക്സിസിലായിരുന്നു ഫോഴ്സ് കൊടുത്തത്. സോ മൊമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റൊട്ടേഷൻ അല്ലേ, കപ്പിളാണ്. സോ അതുകൊണ്ട് തന്നെ കപ്പിളല്ല, റൊട്ടേഷൻ എന്ന് പറയാം. മൊമെൻ്റ് എന്ന് പറയുന്നത് റൊട്ടേഷൻ ആയതുകൊണ്ട് തന്നെ Z ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള റൊട്ടേഷനാണ് ആവശ്യം. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റം ഒന്ന് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന്, ഇവിടെ നമുക്ക് കാണാം Z ആക്സിസ്, നമ്മൾ Y ആക്സിസിലാണ് ഫോഴ്സ് കൊടുത്തത്. സോ Z ആക്സിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു റൊട്ടേഷൻ ഓർ മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആവശ്യം Z ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെൻ്റ് ആയിരിക്കും. ബാക്കി രണ്ടും എടുത്തു കഴിഞ്ഞാൽ അതും 0 വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. റൈറ്റ്, ദെൻ മൊമെൻറ്റ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ ന്യൂട്ടൺ. മില്ലിമീറ്ററിന് ആവശ്യമില്ല, മീറ്ററിലൊക്കെയാണ്. ബട്ട് കിലോ ന്യൂട്ടൺ മീറ്റർ നമുക്കില്ല, ബട്ട് സ്റ്റിൽ ന്യൂട്ടൺ മീറ്റർ കൊടുത്തേക്കാം. ഓക്കെ, ദെൻ കർവ് ആർക്ക് ലെങ്ത്, അതുപോലെ ന്യൂട്ടൺ ഷിയർ ഫോഴ്സിൽ യെസ് കിലോ ന്യൂട്ടൺ ഉണ്ട്. സോ നമുക്ക് കിലോ ന്യൂട്ടൺ കൊടുക്കാം. റിലേറ്റീവ് ടു കർവ് ആർക്ക് ലെങ്ത്, നമ്മളെ ബീമിൻ്റെ എക്സ്ട്രീം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ദെൻ കർവ് ഏതാണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. സോ സെലക്ട് ദിസ് കലക്ടർ. നമ്മൾ ഈ ഒരു ബീമാണ് ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത്. ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ ഓൺ ദ ടോപ്പ് റൈറ്റ്. അപ്പോൾ അവർ ചോദിക്കുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് വിൽ ബി ദിസ് വൺ, ദിസ് ഹൈലൈറ്റഡ് വയലറ്റ് കളറിലുള്ള ഒരു പോയിന്റ്. നമുക്കതല്ല, ഈ ഒരു ഫിക്സഡ് എൻഡ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ടോഗിൾ ദാറ്റ് എൻഡ്. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലത് സെലക്ഷൻ പോയത് കാണാം. ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ, ദെൻ ഓക്കെ ആൻഡ് ഷോ. റൈറ്റ്, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ജസ്റ്റ് ഒന്ന് ഞാൻ സൂം ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കാണാം ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫിക്സഡ് എൻഡിലാണ് മാക്സിമം കിടക്കുന്നത്. ഇവിടുത്തെ കേസ് എടുത്തു കഴിഞ്ഞാലും നോക്കാം, ഫിക്സഡ് എൻഡ് ഈ ഒരു കേസിലാണ്. റൈറ്റ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് സെക്കൻഡ്, ഇവിടെ കാണാം ഷിയർ ഫോഴ്സ് -5 എന്നാണ് കിട്ടിയിട്ടുള്ളത്. -5 ഞാൻ പറഞ്ഞു, സൈൻ കൺവെൻഷൻ മേ ബി ഡിഫറെൻറ്റ്. ഇവിടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 5 തന്നെയാണ് ഷിയർ ഫോഴ്സ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ബട്ട് ഇവിടെ -5 കിട്ടിയിട്ടുള്ളത് ക്രയോ യൂസ് ചെയ്യുന്ന സോൾവറിൻ്റെ സൈൻ കൺവെൻഷൻ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ്. ദെൻ ഫ്രീ എൻഡ് എന്ന് പറയുന്നത് എക്സ്ട്രീം റൈറ്റിലാണ്. ഫ്രീ എൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് മീൻസ് 2000, 0. 2000 മീൻസ് അറ്റ് 2000 millimeter, that means the rightmost end shear force is 0.
യെസ് ആണ്, ഏറ്റവും എൻഡിൽ ഷിയർ ഫോഴ്സ് 0 ആണ്. അതിലിടക്ക് വെച്ചിട്ട് ആ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സെയിം കാര്യം നമുക്കും ഇവിടെ കാണാൻ പറ്റും സ്റ്റെപ്പ്, ബട്ട് ദ സൈൻ കൺവെൻഷൻ ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ, ദെൻ ഇൻ ദ കേസ് ഓഫ് ബെൻഡിങ് മൊമെൻറ്റും ഏറ്റവും കൂടുതൽ മാഗ്നിറ്റ്യൂഡ് ഉള്ളത് ഫിക്സഡ് എൻഡിലാണ്. നോക്കാം, ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് എൻഡ് ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ്. ഇവിടെ വാല്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇറ്റ് ഈസ് 6000 മൈനസ് 6000, റൈറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ന്യൂട്ടൺ മീറ്ററിലായിരുന്നു കൊടുത്തത്, വിച്ച് ഈസ് 6 ഓൺലി. കിലോ ന്യൂട്ടൺ മീറ്ററിൽ കൊടുക്കുകയാണെങ്കിൽ വാല്യൂ നോക്കാം, യെസ് 6 കിലോ ന്യൂട്ടൺ മീറ്റർ, അതും കറക്റ്റാണ്. നെഗറ്റീവ് തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ബെൻഡിങ് മൊമെൻറ്റ് സൈൻ കൺവെൻഷൻ സെയിം സൈൻ കൺവെൻഷനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ അറ്റ് ദ ഫ്രീ എൻഡ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ മുകളിൽ ഡൈനാമിക് ഒറി വന്നത് കാണാം, 2000,0. ദാറ്റ് മീൻസ് അറ്റ് 2000 millimeter ബെൻഡിങ് മൊമെൻറ്റ് ഈസ് 0. നോക്കാം, അറ്റ് റൈറ്റ് മോസ്റ്റ് എൻഡ് ഫ്രീ എൻഡിൽ ബെൻഡിങ് മൊമെൻറ്റ് ഈസ് 0, റൈറ്റ്. സോ നമുക്ക് ആവശ്യമുള്ളത്ര സൂം ചെയ്തിട്ട് ആവശ്യമുള്ള കർവ് എത്തിയതിൻ്റെ ശേഷം ഒന്നുകിൽ നമുക്കിത് സെപ്പറേറ്റ് കർവായിട്ട് പ്ലോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരുമിച്ച് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഒരുമിച്ചായിട്ടും പ്ലോട്ട് ചെയ്യാം. ദെൻ ഗോ ടു ഫയൽ, പ്രിൻറ്റ്, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് നമ്മുടെ ഷീറ്റ് സെലക്ട് ചെയ്യുക. ദെൻ വിത്ത് ഹയർ ഡോട്ട്സ് പെർ ഇഞ്ച് സെലക്ട് എ ഡയറക്ടറി ടു സേവ് ദാറ്റ്, SFD BMD ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. Then click on OK. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത് നമുക്ക് ഫിഗർ കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു.